പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ സന്ധ്യാസമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രി ഇപ്രകാരം ഒരിക്കൽ കൂടെ ഈ മാധ്യമത്തിൽ കൂടെ കടന്നു വരുവാൻ ദൈവം സഹായിച്ചല്ലോ. വിവിധ സാഹചര്യങ്ങളുടെ നടുവിലായിരിക്കുന്ന നമുക്ക് ദൈവം ധാരാളമായ അവസരങ്ങൾ ഒരുക്കി തരുന്നു എന്നുള്ളതോർത്ത് ഞാൻ കർത്താവിനെ അതിയായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പങ്കിടുവാനായിട്ട് ദൈവത്തിൽ സ്വർണ്ണപ്പെടുന്ന ആ വിഷയം നമുക്ക് ഉറപ്പുണ്ടോ എന്നുള്ള വിഷയമാണ്. ഹല്ലേലൂയ. ഡു വി ഹാവ് അഷ്വറൻസ്? ആമേൻ. ഹല്ലേലൂയ. ഈ നാളുകളിൽ നമ്മൾ വളരെയധികം സംശയാസ്പദമായ സാഹചര്യങ്ങളോട് കടന്നു പോകുന്നുണ്ടല്ലോ. സ്തോത്രം. സാഹചര്യങ്ങളും സമ്മർദ്ദത്തിൽ പലപ്പോഴും നമ്മളായിരിക്കുമ്പോൾ പല കാര്യങ്ങൾ നമുക്ക് സംശയം ഉണ്ടാകുന്നു. ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ദൈവം ശരിക്കും അങ്ങനെ ചെയ്യുമോ? ദൈവം നമ്മെ സൂക്ഷിക്കുമോ? ദൈവത്തിന് സാന്നിധ്യം കൂടെ പോരുമോ? അതോ ദൈവം നമ്മളെ ഇടയ്ക്കെങ്കിലും വെച്ച് കൈവിട്ട് കളയുമോ? നാം അവസാനം വരെ എത്തിച്ചെല്ലുമോ? ഇങ്ങനെയൊക്കെയുള്ള പല സംശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് പ്രതിസന്ധികൾ നടുവിലാണ് സാധാരണയായിട്ട് കടന്നു വരാറുള്ളത്. ആമേൻ, സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം, ദൈവം പല കാര്യങ്ങൾ നമുക്ക് ഉറപ്പ് നൽകുന്നു എന്നുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസത്താലാണ് നമുക്ക് ഈ ഉറപ്പ് ലഭ്യമാകുന്ന. സ്തോത്രം. ഉദാഹരണത്തിന് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമുക്ക് ഏവർക്കും കാണാതറിയാമല്ലോ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളെ നിശ്ചയമാകുന്നു എന്ന് നമ്മൾ വായിക്കുന്ന. സ്തോത്രം. വാസ്തവത്തിൽ നമ്മുടെ ഓരോ പ്രതികൂലങ്ങളിലും ദൈവത്തെയും ദൈവത്തിൻ്റെ ശക്തിയെയും ദൈവവചനത്തിൻ്റെ ശക്തിയെയും നാം വിശ്വസിക്കുവാൻ തുടങ്ങുമ്പോൾ, അത് നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുമ്പോൾ, ഓരോ തവണയും നമ്മുടെ മുമ്പിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ നാം അതിനെ നേരിടുകയും ചെയ്യുമ്പോൾ അതിൽ കൂടി ഒരു വിടുതൽ നമുക്ക് ലഭിക്കുന്നു. സ്തോത്രം. ഈ വിടുതൽ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം പിന്നെയും വർദ്ധിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അപ്രകാരം എത്രയോ വിടുതലുകൾ ലഭിച്ചുള്ള ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സ്തോത്രം. ചെറുതും വലുതുമായ ഒരുപാട് വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുണ്ട്. ആമേൻ. എന്നാൽ ഓരോ ചെറുതും വലുതുമായ വിടുതലുകളെല്ലാം ദൈവത്തിന് പ്രത്യേക ഉദ്ദേശത്തോടുകൂടിയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്നതെന്ന് ഓർക്കുമ്പോഴാണ് ദൈവത്തോടുള്ളതായി നമ്മുടെ സ്നേഹം വർദ്ധിക്കുവാനിടയായിത്തീരുന്നത്. സ്തോത്രം. ആമേൻ. അപ്പോൾ ഓരോ തവണയും നമ്മുടെ വിടുതലുകൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതൊരു പതിവുള്ള കാര്യമായിട്ട് തീരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആമേൻ. ഇങ്ങനെ അനേക തവണ ഇത് സംഭവിച്ചു കഴിയുമ്പോൾ ഈ ഒരു അനുഭവം നമുക്ക് കിട്ടുന്ന അനുഭവത്തിനെയാണ് നമ്മൾ ഉറപ്പ് എന്ന് വിളിക്കുന്നത്. സ്തോത്രം. കുറച്ചുകൂടെ നമ്മൾ ഉറയ്ക്കുകയാണ്. ആമേൻ. സ്തോത്രം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കൂടെ കൂടെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ നമുക്ക് അവയെ നേരിട്ടേ മതിയാകൂ. നേരിടാതെ നമുക്ക് പുറകോട്ട് പോകാൻ പറ്റത്തില്ല. നമുക്ക് നേരിട്ടേ മതിയാകത്തുള്ളൂ. നാം എങ്ങനെയാണ് നേരിടുന്നത്? നാം നേരിടുന്നത് നമ്മുടെ വിശ്വാസത്താലാണ്. എല്ലാം വിശ്വാസത്തോടെ നേരിടുമ്പോൾ നാം അറിയാതെ തന്നെ ഈ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ആമേൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത. ഹല്ലേലൂയ. ആരാ നമുക്ക് ഈ ഉറപ്പ് തരുന്നത്? ഈ ഉറപ്പ് നമുക്ക് തരുന്നത് ദൈവം തന്നെയാണ്. സ്തോത്രം. ചില സമയങ്ങളിൽ നമുക്കറിയാമല്ലോ, നമ്മുടെ എല്ലാ വഴികളും അടഞ്ഞുപോയി. മറ്റുള്ളവരൊക്കെ നമ്മെ കൈവിട്ട് കളഞ്ഞു. ഡോക്ടർ പോലും ഒരു പക്ഷേ കൈവിട്ട പല സാധ്യതകൾ, പല കേസുകൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. സ്തോത്രം. പല സാമ്പത്തികമായ പ്രതിസന്ധികൾ, മറ്റു പല രീതിയിൽ ഫാമിലി സംബന്ധമായ അല്ലെങ്കിൽ ജോലി സംബന്ധമായ അനേക പ്രതികൂലങ്ങൾ നടുവിൽ വഴിയെല്ലാം അടഞ്ഞുപോയി. നിരാശ തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷം. കൈവിട്ടു പോയല്ലോ, ഇനി എന്ത് ചെയ്യും, ഇനി നമ്മൾ എന്നാ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ചിന്തിക്കുന്ന അവസരങ്ങളിൽ ആമേൻ പെട്ടെന്ന് ഏതോ ഒരു അത്ഭുതം നടന്ന പോലെ, ഏതോ ഒരു മിറക്കിൾ നടന്ന പോലെ ആ പ്രതികൂലത്തിൽ നിന്ന് പെട്ടെന്ന് നമ്മളെ വെളിയ ദൈവം കൊണ്ടുവന്ന് ഓർത്തിട്ടില്ലേ? ആമേൻ. അതൊന്നുകൂടെ ഒന്ന് ഓർക്കുമ്പോൾ, ഇപ്പോൾ അത് ഓർക്കുമ്പോൾ, പണ്ട് വിടുവിച്ച കാര്യം, ഇപ്പോഴത്തെ കാര്യമല്ല, പണ്ട് വിടുവിച്ച ഓരോ കാര്യങ്ങളും പുറകോട്ടൊന്ന് തിരിഞ്ഞു പോയി ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉറപ്പ് വർദ്ധിക്കില്ലേ? ഹല്ലേലൂയ. സ്തോത്രം. എത്ര തവണ കർത്താവിന് നമ്മൾ സ്തോത്രം പറഞ്ഞാൽ മതിയാകും? അല്ലെങ്കിൽ വേദന തളം കെട്ടി നിന്ന നിമിഷങ്ങളിൽ ആമേൻ ഇരുട്ടിൻ്റെ അനുഭവത്തിൽ കൂടി നമ്മൾ കടന്നു പോയപ്പോൾ, കൂരിൽ താടിയുടെ അനുഭവത്തിലൂടെ കടന്നു പോയപ്പോൾ ആമേൻ നാം അനുഭവിച്ചുള്ള കർത്താവിൻ്റെ സംരക്ഷണവും കരുതലും വിടുതലും ഒക്കെ ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മുടെ ഉറപ്പ് വർദ്ധിക്കില്ലേ പ്രിയപ്പെട്ടവരെ? തീർച്ചയായിട്ടും വർദ്ധിക്കും. ഉറപ്പ് എവിടെയാണ്, ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? കർത്താവിലാണ് ഉറപ്പ്. നമ്മൾ കർത്താവിലാണ് ഉറച്ചിരിക്കുന്നത്. സ്തോത്രം. കർത്താവിലും കർത്താവിൻ്റെ വചനത്തിലും വാഗ്ദത്ത വചനത്തിലും. ആമേൻ. എന്നാൽ ഈ ഉറപ്പിന് പല നിലവാരങ്ങളുണ്ട്. എപ്പോഴും ഒരേ നിലവാരത്തിലല്ല നമ്മുടെ ഉറപ്പ് ഇരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ഈ ഉറപ്പിൻ്റെ അല്ലെങ്കിൽ വിശ്വാസത്താൽ ലഭിക്കുന്ന ഈ ഉറപ്പിനെ
വർദ്ധിപ്പിക്കുവാനായിട്ട് ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഗോഡ് കൻ ഇൻക്രീസ് ദ അഷ്വറൻസ് ഇൻ അവർ ലൈഫ്. ആമേൻ. എന്താ ദൈവം ചെയ്യുന്നത്? വാട്ട് ഈസ് ഹി ഡൂയിങ്? ഹി ഈസ് ഇൻക്രീസിങ് അവർ അഷ്വറൻസ് ബൈ അലൗവിങ് ന്യൂമറസ് ട്രയൽസ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ അനേകമായ പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെ, പരീക്ഷകളെ ദൈവം തന്നെ അനുവദിക്കുന്നു. എന്തിനെന്നറിയാമോ? നമ്മെ കുറച്ചുകൂടെ ശക്തിയുള്ളവരാക്കാൻ, നമ്മളെ കുറച്ചുകൂടെ വളർത്തിയെടുക്കാൻ, നമ്മെ കുറച്ചുകൂടെ ഉറപ്പുള്ളവരാക്കാനായിട്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ഒരു പ്രക്രിയയിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് വേദനാജനകമായിരിക്കാം, നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കാം മുമ്പോട്ട് പോകാൻ. ഓരോ നിമിഷവും നമ്മൾ പോകുന്നത് ഒരുപക്ഷെ മണിക്കൂറുകൾ പോകുന്ന പോലെ നമുക്ക് തോന്നും, ഒച്ചഴിയുന്നത് പോലെ ഇഴഞ്ഞു നീങ്ങുന്ന അനുഭവങ്ങൾ. എന്നാൽ അതിൻ്റെ അവസാനം ഒരു വലിയ സന്തോഷത്തിന് കാരണമായി തീരും. അത് യാക്കോബ് തൻ്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്. പ്രിയപ്പെട്ടവരെ, യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരിശോധനകളിൽ അല്ലെങ്കിൽ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവീൻ. നിങ്ങളുടെ വിശ്വാസത്തെ ദൈവം പരിശോധിച്ചുകൊണ്ടിരിക്കുക. ഗാഡ് ഈസ് ടെസ്റ്റിംഗ് യുവർ ഫെയ്ത്ത്. ആമേൻ. എന്നിട്ട് എന്താ ഉണ്ടാകുന്നത്? സ്ഥിരത ഉണ്ടാകുക. ഹല്ലേലൂയ. റോമാലേഖനം 5-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ 3-4 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. അത് തന്നെ അല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നെന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അപ്പോൾ കഷ്ടം കടന്നു വരുമ്പോഴും, വേദന കടന്നു വരുമ്പോഴും, പ്രതികൂലം കടന്നു വരുമ്പോഴും, പ്രതിസന്ധി കടന്നു വരുമ്പോഴും, അതിനെയും COVID-19 രൂപത്തിലാണെങ്കിലും, അത് ജോലിയുടെ പ്രതിസന്ധിയുടെ രൂപത്തിലാണെങ്കിലും, കുടുംബ പശ്ചാത്തലത്തിലെ പ്രശ്നങ്ങളിൽ കൂടെ ആണെങ്കിലും, വ്യക്തിപരമായ പല ചില പാപങ്ങളോ ചില ബുദ്ധിമുട്ടുകളോ ഒക്കെ ആണെങ്കിലും, അതെല്ലാം അറിഞ്ഞ് നാം അതിൽ പ്രശംസിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ, ആമേൻ. നമുക്കറിയാം, നമ്മളിങ്ങനെ ഉറച്ചില്ല എങ്കിൽ നമ്മൾ തളർന്നു പോകും, ക്ഷീണിച്ചു പോകും. അങ്ങനെ തളർന്ന എത്രയോ അനുഭവങ്ങൾ ബൈബിളിൽ കാണാൻ സാധിക്കും. ആമേൻ. അബ്രഹാമിനെ നമുക്കറിയാം, ക്ഷാമം കടന്നു വന്നപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും ദൈവത്തിൻ്റെ പറഞ്ഞ കാര്യങ്ങളും ഒന്നും അബ്രഹാം ഓർത്തില്ല, ദൈവത്തോട് ചോദിക്കാനും പോലും പോയില്ല. സ്തോത്രം. ദേശത്ത് ക്ഷാമം കടന്നു വന്നപ്പോൾ പെട്ടെന്ന് ഒരു തീരുമാനമെടുത്തു, പെട്ടെന്ന് ദൂരദേശത്തേക്ക് മിസ്രൈമിലേക്ക് പോയി. ആമേൻ. ഹല്ലേലൂയ. അത് ഒരുപാട് പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും വേദനകൾക്കും നാണക്കേടിനും ഒക്കെ ഇടയാക്കി. ഹല്ലേലൂയ. തളർന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ഹാഗാറിനെ നോക്കിയേ. ഹാഗാർ സന്തോഷത്തോടെ ജീവിച്ച ഒരു കുടുംബത്തിൽ അബ്രഹാമിൻ്റെ കൂടെ. പ്രൈസ് ദി ലോർഡ്. സാറയും അബ്രഹാമും സമ്മതിച്ചാണ് ഹാഗാറിന് ഒരു കുഞ്ഞുണ്ടായത്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ആദ്യമായിട്ട് ഒരു കുഞ്ഞു കാല ഭവനത്തിലുണ്ടായി. ഇസ്മയേൽ പിറന്നു വീണപ്പോൾ ഭവനം മൊത്തം സന്തോഷിച്ചു, സാറയും സന്തോഷിച്ചു. നന്നാളുകൾ കുറെ കഴിഞ്ഞപ്പോൾ സാറയ്ക്ക് ഈ ഹാഗാർ വെറുപ്പായിട്ട് മാറി. സാറയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരാളായിട്ട് ഹാഗറിൻ്റെ കുഞ്ഞും മാറി. അവരെ ഭവനത്തിൽ നിന്ന് ഓടിച്ചു കളയാൻ പദ്ധതിയിട്ടു. അങ്ങനെ അബ്രഹാം ഹാഗറിനെയും കുഞ്ഞിനെയും ഭവനത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് ഇറക്കിക്കളയുന്നു. കൊടുത്തത് എന്താണ്? ഒരു മനുഷ്യായുസ് മുഴുവൻ ഒരു മനുഷ്യനെ വിശ്വസ്തയോട് സേവിച്ചതിൻ്റെ പ്രതിഫലമായിട്ട് കിട്ടിയത് ഒരു തുരുത്തി അല്പം വെള്ളവും കുറച്ച് അപ്പക്കഷ്ണങ്ങളും മാത്രം. അതുമായിട്ട് യാത്ര ചെയ്യുന്ന ഹാഗാർ ബേർശബ മരുഭൂമിയിൽ ഉഴന്ന് നടന്നപ്പോൾ, സ്തോത്രം, അപ്പവും തീർന്നു, വെള്ളവും തീർന്നു, നിരാശപ്പെട്ടു, തളർന്നു. ആമേൻ. കുറച്ച് കഴിഞ്ഞ് നമ്മൾ കാണുന്നുണ്ട്, ഹാഗർ തനിക്ക് ക്ഷീണമെല്ലാം മാറുന്നു, തനിക്ക് ഉറപ്പ് വർദ്ധിക്കുന്നു, വിശ്വാസം വർദ്ധിക്കുന്നു, സന്തോഷത്തോടെ വേറെ സ്ഥലത്തേക്ക് പോകുന്നു. ആമേൻ. മോശയെ നോക്കിയേ. മോശയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആമേൻ. പലപ്പോഴും മോശ തളർന്നു പോയി, ക്ഷീണിച്ചു പോയി. സ്തോത്രം. പ്രത്യേകിച്ച് 40 ദിവസം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലിരുന്ന് 40 രാവും പകലും അത് ഒന്നും കഴിക്കാതെ, വെള്ളവും ആഹാരവും ഒന്നും കഴിക്കാതെ ദൈവ സാന്നിധ്യത്തിലിരുന്ന മോശ കൽപ്പലകയുമായി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ പാളയത്തിൽ വലിയ ആഘോഷം, കിടാവിനെ കാളക്കുട്ടിയെ ഉണ്ടാക്കി വാർത്തുണ്ടാക്കിയിട്ട് അഹരോനും കൂടെ ചേർന്നുകൊണ്ട് ഇസ്രായേൽ മക്കൾ ജീവനുള്ള ദൈവത്തെ സേവിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട, വിടുവിച്ചു കൊണ്ടുവന്ന, ചോരത്തിലെയും പെസഹയും ആചരിച്ച് മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന ജനം തന്നെ അഹരോന്റെ നേതൃത്വത്തിൽ, സാന്നിധ്യത്തിൽ കാളക്കുട്ടിയെ ആരാധിച്ച് തിമിർത്ത് അവര് അട്ടഹസിക്കുന്നു. ഹല്ലേലൂയ. മോശ തളർന്നുപോയി, ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. വളരെ ദേഷ്യമെന്ന് കയ്യിൽ നിന്ന് കൽപ്പനകളെ എറിഞ്ഞുടച്ചു. യോശുവയെ നോക്കിക്കേ.
വളരെ വിജയശീലാളിതനായി കടന്നു വന്ന യോശുവ. 1-ാം അധ്യായത്തിൽ ദൈവം പറയുന്നു, ഞാൻ മോശയുടെ കൂടെ ഇരുന്ന പോലെ നിന്നോട് കൂടെ ഇരിക്കാം, നിന്നെ കൈവിടത്തില്ല, നീ അധൈര്യപ്പെടരുത്, തളർന്നു പോകരുത്, നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യൻ നിന്റെ നേരെ നിൽക്കത്തില്ല. എന്നാൽ നീ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ അതിൽ തന്നെ നിൽക്കണം, നീ സകലത്തിനും കഥാത്തിന്. എന്നാൽ ഹായ് എന്ന ചെറിയ പട്ടണത്തിൽ വന്നപ്പോൾ പ്രൈസ് ദി ലോർഡ് അവിടെ ആമേൻ തോറ്റുപോയി. യോശുവ തളർന്നുപോയി. കാരണം എന്താണെന്നൊക്കെ പിന്നീട് നമ്മൾ മനസ്സിലാകുന്നത്. ആഹാൻ പാപം ചെയ്തു, പാളയത്തിൽ ഒരാൾ പാപം ചെയ്തു. ആ പാപത്തെ നോക്കിക്കൊണ്ട് ദൈവം അവർക്ക് തോൽവി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യോശുവയും മൂപ്പന്മാരുമൊക്കെയും രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും അവർ താഴെ വീണ് സാഷ്ടാംഗം വീണ് കിടന്ന് കരയുകയാണ്. തളർന്നുപോയി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവരെല്ലാം പിന്നീട് നമ്മൾ ധൈര്യപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. സ്തോത്രം, ആമേൻ. എലിയാവിനെ നോക്കിയേ, സ്വർഗത്തിൽ തീ ഇറക്കി അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും കാണിച്ച് യെസബേൽ എന്ന് പറയുന്ന ദുഷ്ടരാജ്ഞിയുടെ അതേ രാജാവായിട്ടുള്ള ആഹാബിൻ്റെ അടുത്ത് എന്ന ധൈര്യത്തോടെ ആമേൻ മഴ പെയ്യത്തില്ലെന്ന് ദൂതറിയിച്ചിട്ട് കിരീത്തോട്ടിലേക്ക് പോയ മനുഷ്യൻ. ഹല്ലേലൂയ. പക്ഷെ ഇപ്പോൾ തളർന്നുപോയി. കർത്താവിനോട് പറയുന്നു, എനിക്ക് മരിച്ചാൽ മതി, ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. സ്തോത്രം, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ല. കാരണം എന്താണെന്നറിയാമോ? ഇസ്രയേല് ഒരു ദൂതയച്ചു, നാളെ ഈ സമയത്ത് നീ കൊന്നതായ പ്രവാചകന്മാരിൽ ഒരുത്തിനെ പോലെ ഞാൻ നിന്നെ ആക്കുന്നില്ലെങ്കിൽ ദൈവം എന്നോട് അധികം ചെയ്യട്ടെ. ആമേൻ. ഇസ്രയേലിൻ്റെ ഭീഷണിക്ക് മുമ്പിൽ തളർന്നുപോയി. സ്തോത്രം, ഹല്ലേലൂയ. ഉറപ്പ് നഷ്ടപ്പെടുകയാ. പ്രൈസ് ദി ലോർഡ്. ദാവീദിനെ നോക്കിക്കേ, ആമേൻ. സിക്ലാഗിൽ താനും തൻ്റെ ആളുകളുമായി ഏകദേശം 400 പേരുണ്ട്. എവിടെയോ അറ്റാക്ക് ചെയ്ത് യുദ്ധം നടത്തി തിരികെ വന്നപ്പോൾ തങ്ങൾ താമസിച്ചിരുന്ന സ്ഥലം മുഴുവനും ചുട്ട് കത്തിച്ച് ചാമ്പലാക്കി വെറും ചാരക്കൂമ്പാരങ്ങൾ മാത്രം, ചാമ്പൽ മാത്രം. അവർ വളരെ കരഞ്ഞു, തളർന്നുപോയി നമ്മൾ കാണുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ഹല്ലേലൂയ. എന്തിനാ പ്രിയപ്പെട്ടവരെ ഇത്രയധികം ദൈവം നമ്മെ ഓരോരോ അനുഭവങ്ങളോട് കൊണ്ടുപോകുന്നത്? നമ്മൾ തളർന്നു പോകാറുണ്ട്, തളരട്ടെ. പക്ഷേ ധൈര്യം പ്രാപിക്കുവാൻ, ധൈര്യപ്പെടുവാൻ ഒരു ഉറച്ച സങ്കേതം നമുക്കുണ്ട്. സ്തോത്രം. ദൈവം നമ്മുടെ സങ്കേതം, നമ്മുടെ ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാകുന്നു എന്ന് 46 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ? ഹല്ലേലൂയ. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുക്കി സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളം കൊണ്ട് തെറിച്ചു കലങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. ഒരു ദൈവപൈതലിന് ഉറപ്പെന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിൽ എപ്പോഴും ദൈവം നൽകുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. സ്തോത്രം. പൗലോസ് നമുക്ക് എത്രമാത്രം ധൈര്യത്തോടെ സുവിശേഷ ഘോഷണത്തിനായി ഇറങ്ങിത്തിരിച്ച മനുഷ്യൻ. പക്ഷേ കൂടെ തന്നെ കുത്തുന്ന പിശാചിൻ്റെ ഏതോ ഒരു പ്രതികൂലത്തിൽ താൻ തളർന്നുപോയി. ദൈവത്തോട് പറയുന്നു, കർത്താവിനോട് പറയുന്നു, ഇതെന്നെ വിട്ടുപോകണമേ. യേശു പറയുന്നു, പൗലോസേ അതവിടെ ഇരിക്കട്ടെ, പക്ഷേ ഞാൻ നിനക്ക് എൻ്റെ കൃപ തരാം. മൈ ഗ്രേസ് ഇസ് സഫിഷ്യൻറ്റ് ഫോർ യു. എൻ്റെ കൃപ നിനക്ക് മതി. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകൾ പ്രശംസിക്കുന്നു. ബലഹീനനാകുമ്പോഴും ഞാൻ ശക്തനാകുന്നു. ആമേൻ, ഹല്ലേലൂയ. എങ്ങനെയാ തളർന്നുപോയ ഒരാൾക്ക് ശക്തനാകുന്നെന്ന് പറയാൻ പറ്റുന്നേ? എങ്ങനെയാ തളർന്ന ഒരാൾക്ക് പിന്നെയും ബലം കിട്ടുന്നത്? ഹല്ലേലൂയ. ബലഹീനനായിരിക്കുമ്പോഴും ഞാൻ ശക്തനാകുന്നു. ഹല്ലേലൂയ. മേൻ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവം എന്തിനാണ് നമുക്ക് ഉറപ്പ് തരുന്നത്? സ്തോത്രം. 2-3 വാക്യങ്ങൾ കൂടെ അത് പെട്ടെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ദൈവം നമുക്ക് ഉറപ്പ് തരുന്നത് നാം ദൈവത്തിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുവാൻ, ദൈവത്തിൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാൻ, ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ ഉണ്ടാകുവാൻ അത്രേ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ സമ്പാദിച്ചു കൂട്ടാനോ വലിയ പേര് നേടാനോ പേരും പെരുമയും നേടാനോ ഒന്നുമല്ല ദൈവം നമുക്ക് ഉറപ്പ് തരുന്നത്. സ്തോത്രം. 1-2 വാക്യങ്ങൾ നിങ്ങളെ ഓർമ്മിക്കാനായിട്ട് പറയട്ടെ. 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, 2 Peter chapter 1 verse 4. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. നോക്കണമേ, ഈ ലോകത്തിൽ ജീവിപ്പാൻ ആവശ്യമായി നമ്മുടെ ജീവിതം, നമ്മുടെ ഈ മനുഷ്യ ജീവിതം, ജീവൻ നിലനിർത്തുവാൻ, ജീവസന്ധാരണത്തിന് ആവശ്യമായ എല്ലാം ദൈവം തരുന്നു. അതുപോലെ തന്നെ കർത്താവിനുള്ള ബന്ധത്തിൽ നമ്മുടെ ഭക്തി നിലനിർത്തുവാനായിട്ട്, ദൈവമുള്ള നമ്മുടെ ബന്ധം നിലനിർത്തുവാൻ, റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുവാൻ ആവശ്യമായതെല്ലാം ദൈവം തരുന്നു. അപ്പം ജീവന് വേണ്ടതെല്ലാം തരുന്നുണ്ട് ഒരറ്റത്തെ,
മറ്റേറ്റത്ത് ഭക്തിക്ക് വേണ്ടതെല്ലാം തരുന്നുണ്ട്. ദൈവം രണ്ട് മേഖലകളെയും ടച്ച് ചെയ്താണ് നമ്മൾ തരുന്നത്. സഹോദരൻ, ദൈവത്തിൻ്റെ കരുതൽ നോക്കിയേ. നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളെ, നമ്മുടെ ദൈവമായുള്ള ബന്ധത്തിൻ്റെ മേഖലകളെ, രണ്ട് മേഖലകളെയും ടച്ച് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദിനം പ്രതി തന്നുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാനായിട്ട് കഴിയും? എത്ര പേർക്ക് ഇന്ന് രാത്രി കർത്താവിനോട് നന്ദിയുള്ളവരായി തീരാൻ കഴിയും? ഹല്ലേലൂയ. അടുത്ത വാക്യം വായിക്കുന്നു, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ആമേൻ. ഞാൻ എൻ്റെ കർത്താവിനെ അതിയായി ഇന്ന് രാത്രി സ്തുതിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, അനേക വാഗ്ദത്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ദൈവം തന്നിട്ടില്ലേ? സ്തോത്രം. പല വാഗ്ദത്തങ്ങളും നിറവേറിയില്ലേ? ഇനി പലതും ഒരുപക്ഷെ നിറവേറാൻ ബാക്കിയുണ്ടായിരിക്കാം. ആമേൻ. എന്നിട്ട് പറയുന്നു, ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട്. കണ്ടോ? അപ്പൊ ജീവനും ഭക്തിക്ക് ആവശ്യമുള്ളതെല്ലാം തന്നു, വാഗ്ദത്തങ്ങളെല്ലാം തന്നു. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിയണം. എന്നിട്ട് എന്ത് ചെയ്യണം? ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ആരുടെ? ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളായി തീരുവാൻ. ആമേൻ. ദൈവത്തിൻ്റെ സ്വപ്നം അതാ, ദൈവത്തിൻ്റെ ആഗ്രഹം അതാ. ഓരോ ദൈവബലിനെ കുറിച്ചും ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവിക സ്വഭാവത്തിന് നമ്മൾ കൂട്ടാം. വി മസ്റ്റ് ബി പാർട്ടേക്കേഴ്സ് ഓഫ് ഹിസ് ഡിവൈൻ നേച്ചർ. ദാറ്റ് ഈസ് വാട്ട് ഗോഡ് ഡിസൈർസ് അബൌട്ട് ഈച്ച് വൺ ഓഫ് us. ആമേൻ. ഹല്ലേലൂയ. അതിനുവേണ്ടി ദൈവം എല്ലാം നന്നായിട്ട് അറേഞ്ച് ചെയ്യുന്നു. ഇതിനുള്ള ബന്ധത്തിൽ ഒരു വാക്യം കൂടെ വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 29-ാം വാക്യം. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ എന്ന് പറഞ്ഞ യേശു അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നമ്മെ മുൻനിയമിച്ചിരിക്കുന്നു. To be conformed to the image of his son Jesus Christ. യേശുവിൻ്റെ സ്വരൂപത്തോട് നമ്മുടെ സ്വരൂപം അനുരൂപമാകണം. അതുകൊണ്ട് അടുത്ത വാക്യം പറയുന്നു, മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് അതിന് മുമ്പിലത്തെ വാക്യം എഴുതിയിരിക്കുന്നത്, 28-ാം വാക്യം. ഈ വാക്യം പലപ്പോഴും ആളുകൾ തെറ്റിദ്ധാരണയോടുകൂടി വായിക്കുന്നുണ്ട്. ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാം അതാണെന്ന് ചിന്തിക്കാറുണ്ട്. അങ്ങനെയല്ല. ആ വാക്യത്തിൻ്റെ പ്രധാന ഉദ്ദേശം നമ്മളിപ്പോൾ വായിച്ച വാക്യമാണ്. ആ വാക്യം ഞാൻ വായിക്കട്ടെ. 28-ാം വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പൊ സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താ? ദൈവിക സ്വരൂപത്തോട് നമ്മൾ അനുരൂപരാകണം. ദൈവത്തിൻ്റെ സ്വഭാവത്തിന് നമ്മൾ കൂട്ടാളികളായി തീരണം. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം കൂടെ അതിനുള്ള ബന്ധത്തിൽ വായിക്കാൻ. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 16-18 വാക്യങ്ങൾ. 2 കൊരിന്ത്യൻസ് 3:16-18. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്തെ കർത്താവിൻ്റെ ആത്മാവിനെ, തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. നോക്കണമേ, നാം എല്ലാവരും ഒരു ദിവസം ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായിട്ട് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമ, ഏത് പ്രതിമ? കർത്താവിൻ്റെ അതേ പ്രതിമയായി നമ്മൾ കർത്താവിനെ പോലെ തന്നെ ആയിത്തീരുവാനിടയായിത്തീരുന്നു. കർത്താവിനെ പോലെ ആകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ലോകത്തിലെല്ലാം തന്നുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് പ്രതികൂലങ്ങൾ വരുന്നതും അതിന് വേണ്ടിയിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് പ്രതിസന്ധികൾ കർത്താവ് അനുഭവിച്ചു തരുന്നതും അതിന് വേണ്ടിയിട്ടാണ്. അത് കർത്താവ് സ്നേഹിക്കുന്നുകൊണ്ടാണ് തരുന്നത്. ഇബ്രാഹിലേഖനം 12-ാം അധ്യായം വായിക്കാൻ സമയമില്ലല്ലോ. ബാലശിക്ഷ തരുന്നുണ്ട്, ഡിസിപ്ലിൻ ചെയ്യുന്നുണ്ട് നമ്മളെ. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ നശിപ്പിക്കാനല്ല. നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് തന്നെ. We must have the holiness of God. That is why we are being disciplined by our God. Hallelujah. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അത്രയും വരെ നമുക്ക് സന്തോഷമാണ്.
അടുത്ത അതിൻ്റെ ബാക്കി ഭാഗം ഇങ്ങനെ വായിക്കുന്നേ, അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അവനോട് സദൃശൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവനെ പോലെ ആയിത്തീരാൻ പോകും. പ്രൈസ് ദി ലോർഡ്. അവിടെ ചെന്നിട്ടാണ് പൂർണ്ണമായിട്ട് ആയിത്തീരുന്നെങ്കിലും ഇവിടുന്ന് അതിനുള്ള ഒരുക്കമൊക്കെ ചെയ്യണമെന്നാണ് കർത്താവ് നമ്മളോട് പറഞ്ഞിട്ട് സിമ്പിളായിട്ട് വളരെ ലളിതമായ വാക്യങ്ങൾ കൂടി കർത്താവ് നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് അറിയാൻ വയ്യാത്തവരാരും ദൈവമക്കളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. യഥാർത്ഥമായിട്ട് ദൈവത്തെ അറിഞ്ഞ് വന്നവരാണെങ്കിൽ വളരെ ജെന്യുനായിട്ട് റിപ്പൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ട് നേരാമണ്ണം പാപത്തെ ഏറ്റുപറഞ്ഞ് പാപബോധമുള്ളവരായിട്ട് മാനസാന്തരപ്പെട്ട് സങ്കടത്തോടെ കർത്താവിനെ ജീവിതത്തിൽ സ്വീകരിച്ച വ്യക്തികൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കറിയാം ഒരു ദിവസം നമ്മളെല്ലാവരും നമ്മുടെ യേശുവിനെ പോലെയാകാൻ പോകും. ആമേൻ. അതുകൊണ്ട് നമ്മളോട് പറയുന്നു, സ്തോത്രം, അവനോട് ശേഷം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് താൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നാം നമ്മെ തന്നെ നിർമ്മലീകരിക്കേണ്ടതാകും. ആമേൻ. അപ്പോൾ ഈ ഒരു 3-4 വാക്യങ്ങളിൽ നിന്ന് മനസ്സിലായല്ലോ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാമോ? നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരും. തീർച്ചയായിട്ടും ആയിത്തീരും. അതിനുവേണ്ടി തയ്യാറെടുപ്പ്, ഒരുക്കങ്ങൾ, അതിനുള്ള തയ്യാറി ഇവിടുന്ന് നമ്മൾ തുടങ്ങണം. അവിടെ ചെന്നിട്ട് ഞാൻ അവിടെ വന്ന് ആയിക്കോളാം എന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല. കർത്താവ് ഇവിടെ വേണ്ടതെല്ലാം എനിക്കിങ്ങ് തന്നേരെ, ഇവിടെ പോകേണ്ടതെല്ലാം ഞാനങ്ങ് പൊക്കോളാം, ഇവിടെ കാണേണ്ടതെല്ലാം ഞാനങ്ങ് കണ്ടോളാം, ഇവിടെ കേൾക്കേണ്ടതെല്ലാം കേട്ടോളാം, ഇവിടെ ഇടപെടേണ്ട ആവശ്യമില്ലാത്തെല്ലാം ഞാനങ്ങ് ഇടപെട്ടോളാം. പക്ഷേ അങ്ങ് വരുമ്പോൾ ഞാനങ്ങ് ശരിയായിക്കോളാം. കാരണം ഇവിടെ നമുക്ക് ഉള്ള സുഖസൗകര്യങ്ങൾ മൊത്തം അനുഭവിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അബ്രഹാമിൻ്റെ മടിയിലോട്ട് കയറിയിരുന്ന് ആ നല്ല സന്തോഷം പറ്റത്തില്ല പ്രിയപ്പെട്ടവർ, ഒരിക്കലും പറ്റത്തില്ല. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നമ്മളോട് കർത്താവ് പറയുന്നത് ലോകസ്നേഹം അത് പാടില്ല. യാക്കോബ് വിളിച്ചു പറയുന്നു, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. വ്യഭിചാരികളും വ്യഭിചാരിണികളുമായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവന് ദൈവസ്നേഹം ഇല്ല. 1 യോഹന്നാൻ 2-ന്റെ 16, 17, 18, 19 ഒക്കെ നമ്മൾ വായിക്കുന്നു. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ആമേൻ, ഇതെല്ലാം ലോകത്തു നിന്നുള്ളതാണ്, ദൈവത്തിൽ നിന്നുള്ളതല്ല. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, എന്നാൽ ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കും, എന്നേക്കും നിലനിൽക്കും. ഹല്ലേലൂയ. ഇത് അടിസ്ഥാനപരമായ ഒരു പ്രമാണമാണ് കേട്ടോ. ഇത് തെറ്റിക്കാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. നിങ്ങൾ സ്നാനപ്പെട്ടോ, അഭിഷേകം പ്രാപിച്ചോ, നിങ്ങൾ എപ്പോഴാ സ്നാനപ്പെട്ടത്, നിങ്ങൾ എപ്പോഴാ വിശ്വാസി വന്നത്, നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചു, എത്ര ആരാധിച്ചു, എത്ര പ്രസംഗിച്ചു, ഇതൊന്നും ആരും ചോദിക്കാൻ പോകുന്നില്ല. പക്ഷേ ആമേൻ, ദൈവഇഷ്ടം ചെയ്യാതിരുന്നാൽ നമ്മൾ ഈ ലോകത്തിൻ്റെ ഇഷ്ടം ചെയ്യുക എന്നല്ലേ എൻ്റെ അർത്ഥം. ഒന്നീ ലോകത്തിൻ്റെ ഇഷ്ടം, അല്ല ദൈവത്തിൻ്റെ ഇഷ്ടം. 2 വെള്ളത്തിൽ കാലിയാട്ടാൻ പറ്റത്തില്ലല്ലോ. കക്ഷ തിരിക്കുന്നത് പോകരുത്, ഉത്തരത്തിരിക്കുന്ന എടുക്കുകയും വേണം, നടക്കത്തില്ല. ഏതെങ്കിലും ഒന്നല്ലേ പറ്റുള്ളൂ. ന്യൂട്രലായിട്ട് നിൽക്കാൻ നമുക്ക് പറ്റത്തില്ല പ്രിയപ്പെട്ടവർ. ഒന്നിൽ നമ്മൾ ലോകത്തിൻ്റെ കൂടെ, അല്ലെങ്കിൽ പിശാചിൻ്റെ കൂടെ, അല്ലെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ കൂടെ. ഒന്നിൽ കർത്താവിൻ്റെ കൂടെ, അല്ലെങ്കിൽ ലോകത്തിലോ പിശാചിൻ്റെ കൂടെ. ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കാൻ ആവശ്യമുള്ളപ്പോൾ ഞാൻ ലോകത്തിലോട്ടും വരാം, ആവശ്യമുള്ളപ്പോൾ ഞാൻ അങ്ങോട്ട് കർത്താവിൻ്റെ അടുത്തോട്ടും പോകാം. പറ്റത്തില്ല. ആമേൻ. യു ഹാവ് ടു ബി വെരി ക്ലിയർ ഇൻ യുവർ അപ്രോച്ച്. ആമേൻ. ഹല്ലേലൂയ. 3 കാര്യം ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ ഉറപ്പ് ദൈവം നൽകുന്നത് എങ്ങനെയാണ്? 1, ഒത്തിരി കാര്യങ്ങളിലോട്ട് ദൈവം ഉറപ്പ് തരാറുണ്ട്, എങ്കിലും 2-3 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. 1, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ നമുക്ക് ഉറപ്പ് തരുന്നു. 2, ദൈവത്തിൻ്റെ ശക്തിയിലൂടെ നമുക്ക് ഉറപ്പ് തരുന്നു. 3, ദൈവത്തിൻ്റെ സംരക്ഷണത്തിലൂടെ, ബൈ ദ പ്രസൻസ് ഓഫ് ഗാഡ്, ബൈ ദ പവർ ഓഫ് ഗാഡ് ആൻഡ് ബൈ ദി പ്രൊട്ടക്ഷൻ ഓഫ് ഗാഡ്. ആമേൻ. ഹി ഈസ് ഗിവിംഗ് us assurance. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സാന്നിധ്യം 1 വാക്യങ്ങൾ മാത്രം കൂട്ടി മുമ്പോട്ട് പോകാം. പ്രൈസ് ദി ലോർഡ്. ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. ഒരുപാട് വാക്യങ്ങളുണ്ട്, ഞാൻ ചില വാക്യങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. സ്തോത്രം. ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. God never stops walking with you, walking among you. ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവമക്കളുടെ ഇടയിലൂടെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, എഫെസോസിൽ തുടങ്ങി ലവോദിക്കയിൽ അവസാനിക്കുന്ന 7 സഭകൾ. എഫെസോസിലെ കാണുന്നത്, നമ്മൾ എഫെസോസിന് മുമ്പ് കർത്താവായ യേശുവിനെ കാണുന്നത് നിലവിൽക്കുന്ന നടുവിൽ നടക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. സഭകളുടെ നടുവിൽ കൂടി ഉലായിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവം. സഭകളെ സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട്
സഭകളിലെ നല്ല ഗുണങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട്, കുറ്റങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, മാനസാന്തരപ്പെടാൻ അവരോട് പറഞ്ഞുകൊണ്ട് സഭകളുടെ ഇടയിൽ കൂടി ഉലാവിക്കൊണ്ടിരിക്കുന്ന, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. തങ്ങൾ ഏകാഗ്രചിത്തനായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലായിടവും യഹോവയുടെ കണ്ണുകൾ ഊടാടി സഞ്ചരിക്കുന്നു. God is always searching and seeking and walking among us. Amen. ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവുമായി തീരും. ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് വീണ്ടും ഇതുപോലെ കോട്ട് ചെയ്യാനുണ്ട്, സമയമില്ല. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ദൈവാലയത്തിൽ വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ, ഞാൻ അവരിൽ വസിക്കുകയും ഞാൻ അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ജനവും അവരെനിക്ക് ജനവുമാകും, ദൈവവും അവർക്ക് ജനവുമാകും അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആമേൻ. യെശയ്യാവ് 43:2 നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടി ഇരിക്കും. നീ നദികൾ കൂടി കടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവിയുകയില്ല. തീയിൽ കൂടി കടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ശദ്രക് മേശക് അബേദ്നെഗോ എന്ന ബാലന്മാരോടുകൂടെ 7 മടങ്ങ് തീച്ചൂള, കത്തുന്ന തീച്ചൂളയുടെ നടുവിൽ ദ ഫിയറി ഫർണസ്. ആമേൻ. God himself came out and walking along with them. Hallelujah. പ്രിയ ദൈവബലേ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതികൂലത്തിലും ഏത് പ്രതിസന്ധിയിലും, അത് തീച്ചൂളയാകട്ടെ, സിംഹക്കുഴിയാകട്ടെ, യോർദാനാകട്ടെ, ചെങ്കടലാകട്ടെ, ഹല്ലേലൂയ, ലാസറിന്റെ കല്ലറയാകട്ടെ, പ്രൈസ് ദി ലോർഡ്, വഴിയരികിലാകട്ടെ, അതെവിടെയും ആകട്ടെ, ഏത് സാഹചര്യത്തിലും ഏത് പ്രതിസന്ധിയിലും ഇറങ്ങി വന്ന് നമ്മുടെ കൂടെ നടക്കുന്ന, ആൻഡ് ഹി ഈസ് ബ്ലെസ്സിങ് us, he is assuring us by his presence. ഹല്ലേലൂയ. നമുക്ക് തൻ്റെ ഉറപ്പ് തരുന്നത് തൻ്റെ സാന്നിധ്യത്തിലൂടെയാണ്. ഞാൻ ഉണ്ട് മക്കളെ, നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾ എവിടെ പോയാലും ഞാൻ കൂടെ ഉണ്ട്. നമ്മൾ കർത്താവിനെ കൊണ്ടുപോകത്തില്ല പലയിടത്തും, അത് നമ്മുടെ കുഴപ്പമാണ്. ആമേൻ. കർത്താവ് എപ്പോഴും നടക്കാൻ നോഹയുടെ കൂടെ നടന്നില്ലേ? ഹാനോക്കിൻ്റെ കൂടെ നടന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. ഏലിയാവിനെ ജീവനോടെ എടുത്തോണ്ട് പോയില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൂടെ നടക്കാൻ ഇഷ്ടപ്പെടുന്ന ദൈവം, കൂടെ ഇരിക്കുന്ന ദൈവം, ഹിസ് പ്രസൻസ്, അവൻ്റെ സാന്നിധ്യം, അത് നമ്മളെ ഉറപ്പിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. പെട്ടെന്ന് മുമ്പോട്ട് പോകട്ടെ, സമയമില്ലല്ലോ. രണ്ടാമത് തൻ്റെ പവർ, ഹി ഈസ് അഷ്വറിങ് us ബൈ ഹിസ് പവർ, അവൻ്റെ ശക്തി. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്ന, ഒരു കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ഉറപ്പ് വേണോ? പോയി അങ്ങോട്ട് ചെന്ന് ശക്തി മേടിച്ചോണം. നമ്മുടെ ശക്തിയും കൊണ്ടൊന്നും പരിപാടി കണക്കാൻ നോക്കരുത്. നമ്മുടെ ഐഡിയ, നമ്മുടെ വേലയിറക്കൊന്നുണ്ടല്ലോ. ഇവിടെ ലോകത്ത് ചിലയിടത്തൊക്കെ ചിലപ്പോൾ നടന്നേക്കും, പക്ഷെ കർത്താവിൻ്റെ അടുത്ത് വേലയൊന്നും ഇറക്കാൻ പറ്റത്തില്ല, കാര്യവുമില്ല. ശക്തി വേണോ? ഓടിച്ചെന്ന് ആവശ്യമുള്ള കത്രയും ശക്തി കർത്താവിൻ്റെ എന്ന് മേടിച്ചോണം. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങൾ ഏർത്തിരിപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന് സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. എന്നിട്ട് അതിൻ്റെ അടുത്ത വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ച അധികാരങ്ങളോടും സ്വർലോകത്തെ അന്ധകാരത്തോടും, ആമേൻ, സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ വളരെയധികം കെയർഫുള്ളായിട്ട് മുമ്പോട്ട് പോകണം. ആമേൻ. വി നീഡ് പവർ, ആൻഡ് പവർ ഈസ് ഡിറൈവ്ഡ്, പവർ ഈസ് അവൈലബിൾ, ദ സോഴ്സ് ഈസ് ഗോഡ് ഓൺലി. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. യെശയ്യാവിന്റെ പുസ്തകം 40:29 വായിക്കുന്ന, ക്ഷീണിച്ചിരിക്കുന്നവനെ ശക്തി നൽകുന്നു. ഉറപ്പിക്കുന്ന ദൈവമാകട്ടോ, ശക്തി തന്ന് ഉറപ്പിക്കുന്ന ദൈവമാണ്. ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും. എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. സോ God gives his assurance by his presence, second by his, amen, power, and third one by his protection, സംരക്ഷണം. തൻ്റെ സാന്നിധ്യം തരുന്നു, തൻ്റെ ശക്തി നമുക്ക് പകർന്നു തരുന്നു, നമ്മളെ സംരക്ഷിക്കുവാൻ തൻ്റെ സംരക്ഷണം നമുക്ക് തരുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ 10-ാം അധ്യായം 9, ആമേൻ, വായിക്കുന്നു. 7-ാം വാക്യം വായിക്കുന്നു. യേശു പിന്നെ അവരോട് പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളുടെ ആടുകളുടെ വാതിൽ ഞാനാണ്. എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാർ, കവർച്ചക്കാർ. ഞാൻ വാതിലാണ്. 9, എന്നിലൂടെ കടക്കൻ രക്ഷപ്പെടും,
അവനകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തിച്ച്. മോഷ്ടിപ്പാനും മുടിപ്പാനും അറിപ്പാനും അല്ലാതെ കള്ളം വരുന്നില്ല. എന്നാൽ ഞാൻ വരുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ. 11-ാം വാക്യത്തിൽ പറയും, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ എന്ത് ചെയ്യുന്നു? ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ എന്തിനാ ജീവൻ കൊടുക്കുന്നത്? ആടുകളെ സംരക്ഷിക്കുവാൻ. ദാവീദ് പറയുന്നുണ്ടല്ലോ, ഒരിക്കൽ കരടി വന്നു ആടുകളെ പിടിച്ചുകൊണ്ടു പോകാൻ. ഞാൻ ആട്ടിൻകുട്ടിയെ എൻ്റെ വായിൽ നിന്ന് പിടിച്ചു പറിച്ചിട്ട് അതിനെ അടിച്ചു കൊന്നു. സിംഹം കടന്നു വന്നു, ആട്ടിൻകുട്ടിയെ ഞാൻ പിടിച്ചു വാങ്ങിയിട്ട് അതിനെ അടിച്ചു കൊന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 12-ാം വാക്യം, ഇടയനും ആടുകളുടെ ഉടമസ്ഥനും അല്ലെങ്കിൽ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ വിട്ടിട്ട് ഓടിക്കളയുന്നു. പക്ഷെ നല്ല ഇടയൻ, സംരക്ഷിക്കുന്ന ഇടയൻ, സൂക്ഷിക്കുന്ന ഇടയൻ, കരുതുന്ന ഇടയൻ. ഹല്ലേലൂയ. 14, ഞാൻ നല്ല ഇടയൻ, പിതാവിനെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നു. ഞാൻ ആടുകൾക്ക് ജീവനെ കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 28-29 വാക്യോട് വായിക്കാം. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. Nobody can snatch them away from me. ആമേൻ. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മെ സൂക്ഷിക്കുന്ന ദൈവം, നമ്മെ കരുതുന്ന ദൈവം. യൂദായുടെ ലേഖനം 24-ാം വാക്യം ഇങ്ങനെ പറയുന്നു, വീഴാതെ നിങ്ങൾ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോട് നിർത്തുവാൻ ശക്തിയുള്ള ഒരു ദൈവം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഉറപ്പ് നമുക്കുണ്ടോ? ഹല്ലേലൂയ. ഞാനല്ലത് വിളിച്ചു പറയുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ ആലോചന ദൈവം തന്നെ നിങ്ങളെ അറിയിക്കുകയാ. സ്തോത്രം. പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ ഉറപ്പ് പ്രാപിച്ചിട്ടുണ്ടോ? എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, ഹിസ് പ്രസൻസ്. എൻ്റെ ദൈവം എന്നെ ശക്തീകരിച്ചു കൊണ്ടിരിക്കുക, ഹിസ് പവർ. എൻ്റെ ദൈവം എന്നെ കരുതുന്ന, എന്നെ സൂക്ഷിക്കുന്ന, സംരക്ഷിക്കുന്ന ദൈവമാണ്, ഹിസ് പ്രൊട്ടക്ഷൻ. ആമേൻ. ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കരുതൽ അല്ലെങ്കിൽ സംരക്ഷണം, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴുമുണ്ട്, 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 എപ്പോഴുമുണ്ട്. നാം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമുക്ക് യേശുവിനെ ഇപ്പോൾ കാണാൻ പറ്റത്തില്ല. നമ്മുടെ നേക്കഡ് ഐസ് കൊണ്ട്, നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് യേശുവിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ യോഹന്നാൻ വിളിച്ചു പറയുന്നുണ്ട്, ഒരു ദിവസം നാം അവിടെ പോകും, നാം അവനെ കാണും, നാം അവനെ പോലെ ആകും. ആമേൻ. എന്നാൽ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ, അതിനുവേണ്ടിയുള്ള തയ്യാറി, അതിനുവേണ്ടിയുള്ളതായ എല്ലാ എഫേർട്സും ഇവിടെ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. യഹോവയെ കാത്തിരിക്കുന്നവരെ ശക്തിയെ പുതുക്കുന്നത്. ആമേൻ. ഇന്ന് രാത്രി നമുക്ക് ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ദൈവം നമ്മെ കൈവിടാത്തൊരു ദൈവമാണ്. ഹല്ലേലൂയ. ലോകം മുഴുവൻ കൈവിട്ടും, ദാവീദ് വിളിച്ചു പറയുന്നുണ്ട്, അപ്പനും അമ്മേനെ ഉപേക്ഷിച്ചെങ്കിലും യഹോവ എന്നെ ചേർത്ത് കൊള്ളും. ആമേൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരു ചുവട് വെച്ചാൽ, അനുസരണത്തിൻ്റെ ഒരു ചുവട് വെച്ചാൽ അനേക ചുവടുകളെ നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നൊരു ദൈവമാണ്. എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിൽ കൂടെ ഞാൻ പറയുന്ന സ്തോത്രം. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന് രാത്രി നിങ്ങളോട് ഇത് പറയാൻ. ആമേൻ. കൈവിടാത്തൊരു ദൈവത്തെ വ്യക്തിപരമായിട്ടും ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ അനുഭവിച്ച ദൈവത്തിൻ്റെ യാഥാർത്ഥ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നും ഞങ്ങളത് അനുഭവിച്ചു കൊണ്ടിരിക്കുക. വിശ്വസനായ ഒരു ദൈവം, കൈവിടാത്ത ദൈവം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട നിങ്ങൾ ആരെങ്കിലും നിരാശ തളം കെട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും സങ്കടമോ പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ, ദൈവം സഹായിക്കത്തില്ല എന്നൊരു സംശയം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, രാത്രി ഞാൻ പറയട്ടെ, സംശയം എടുത്തുകളാം. സംശയം സാത്താനാ കൊണ്ടുവരുന്നത്. ഭയം എടുത്തു മാറ്റ്, ഉറപ്പോടെ പറ. വിശ്വാസം എന്നതോ ആശിക്കുന്ന കാര്യങ്ങളിൽ ഉറപ്പും കാണാത്ത കാര്യങ്ങളിൽ നിശ്ചയമാ. 15-ാം അധ്യായത്തിൽ എബ്രായ ലേഖനത്തിൽ 6-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, സ്തോത്രം, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. You cannot please God without faith. It is impossible to please God. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ആമേൻ. നീ യഥാർത്ഥമായ ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തിയാണോ പ്രിയ ദൈവവേദലേ? ആണെങ്കിൽ നീ അങ്ങോട്ട് ചെന്നാൽ മതി, നിനക്കൊരു പ്രതിഫലം തരുന്ന ദൈവമാണ്. പക്ഷെ വിശ്വസിക്കണം, ഉറപ്പോടെ. ആമേൻ. ആത്മാർത്ഥതയോടെ, വിശ്വാസത്തോടെ, പ്രത്യാശ നഷ്ടപ്പെടാതെ നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവം നമ്മേവരെയും തൻ്റെ വചനത്താൽ ധൈര്യപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ.